ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്ക് ലാഭവും നഷ്ടവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ബാലൻസ് നമുക്ക് പഠിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ലാഭം കണ്ടുപിടിക്കുന്നതും നഷ്ടം കണ്ടുപിടിക്കുന്നതും ലാഭ ശതമാനം കണ്ടുപിടിക്കുന്നതും നഷ്ട ശതമാനം കണ്ടുപിടിക്കുന്നു അല്ലെ. അവിടം വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. യെസ്, അവിടം വരെയാണ് പഠിച്ചത്. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഒരു മേശ വിറ്റപ്പോൾ ഒരു മേശ വിറ്റപ്പോൾ ഒരു മേശ വിറ്റപ്പോൾ 12% നഷ്ടം വന്നു. ഒരു മേശ വിറ്റപ്പോൾ 12% നഷ്ടം വന്നു. ഒരു മേശ വിറ്റപ്പോൾ 12% നഷ്ടം വന്നു. 340 രൂപ കൂട്ടി വിറ്റായിരുന്നുവെങ്കിൽ 340 രൂപ കൂട്ടി വിറ്റായിരുന്നുവെങ്കിൽ രൂപ കൂട്ടി വിറ്റായിരുന്നെങ്കിൽ 5% ലാഭം കിട്ടുമായിരുന്നു. 5% ലാഭം കിട്ടുമായിരുന്നു. ലാഭം കിട്ടുമായിരുന്നു. മേശയുടെ വാങ്ങിയ വില എത്ര? മേശയുടെ വാങ്ങിയ വില അല്ലേ? യെസ്, വെരി ഗുഡ്, റൈറ്റ് ആൻസർ. മേശ വിറ്റപ്പോൾ 12% നഷ്ടം വന്നു. 340 രൂപ കൂട്ടി വിറ്റായിരുന്നുവെങ്കിൽ 5% ലാഭം കിട്ടുമായിരുന്നു. മേശയുടെ വാങ്ങിയ വില 2000. റൈറ്റ് ആൻസർ 2000. ശരി ഉത്തരം 2000. യെസ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. മേശ വിറ്റപ്പോൾ 12% നഷ്ടം വന്നു. ഓക്കെ, 12% നഷ്ടം വന്നു. ഓക്കെ, 12% നഷ്ടം. ഓക്കെ, 12% നഷ്ടം ഇരിക്കട്ടെ. 340 രൂപ കൂട്ടി വിറ്റായിരുന്നുവെങ്കിൽ, അപ്പൊ ഇതിനെക്കാട്ടി ഈ 12% നഷ്ടത്തെക്കാൾ 340 രൂപ കൂട്ടി വിറ്റായിരുന്നുവെങ്കിൽ എന്ത് കിട്ടിയേനെ? 5% ലാഭം കിട്ടിയേനെ. 5% ലാഭം കിട്ടിയേനെ. ഓക്കെ, അപ്പൊ 12% നഷ്ടം, അതിൽ നിന്നും 340 രൂപ കൂട്ടി വിറ്റായിരുന്നുവെങ്കിൽ 5% ലാഭം കിട്ടിയേനെ. 12%, ഇത് സിമ്പിളായിട്ട് 12 വെച്ച് 17 എന്ന് പറയാം. അതിന് വരെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം. 12% നഷ്ടം എന്ന് പറഞ്ഞാൽ 88 അല്ലെ. 5% ലാഭം എന്ന് പറഞ്ഞാൽ 105. ഓക്കെ, അപ്പൊ 12% നഷ്ടം എന്ന് പറഞ്ഞാൽ 88, 5% ലാഭം എന്ന് പറഞ്ഞാൽ 105. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഈ 88-ന് വിൽക്കേണ്ടതിന് പകരം 105-ന് വിറ്റായിരുന്നെങ്കിൽ, 88-ന് വിൽക്കേണ്ടതിന് പകരം 105-ന് വിറ്റായിരുന്നുവെങ്കിൽ എത്ര രൂപ ലാഭം കിട്ടിയെന്നാ പറഞ്ഞേ? 5% ലാഭം അല്ലെ. അതായത് 340 രൂപ കൂട്ടി വിൽക്കണം. 88-ന് വിൽക്കേണ്ടതിൽ നിന്നും 340 കൂട്ടി വിറ്റാൽ എന്തായനെ? 105 ആയനെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശതമാന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 12% നഷ്ടവും 5% ലാഭവും, ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ശതമാന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 12% നഷ്ടം, 5% ലാഭം. യെസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്?
എല്ലാവർക്കും പറയാം 12% നഷ്ടം, 5% ലാഭം. ഇവ തമ്മിലുള്ള ശതമാനത്തിലെ വ്യത്യാസം എത്രയാണ്? യെസ്, 17 അല്ലേ? 17. കാരണം 88ഉം 105ഉം തമ്മിലുള്ള വ്യത്യാസം, 88ഉം 105ഉം തമ്മിലുള്ള വ്യത്യാസം 17, അല്ലെങ്കിൽ 12ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 17. യെസ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം ശതമാന കണക്കിൽ ഈ 12% നഷ്ടവും 5% ലാഭവും തമ്മിലുള്ള വ്യത്യാസം 17%. വ്യത്യാസം 17%. ഓക്കെ, 17%. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, 17% എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 17% എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 17% എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 17% ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞത്? 340 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 17% എത്രയാണ്? 340 രൂപ. 340 രൂപ. എന്താ ചോദിച്ചിരിക്കുന്നത്? മേശയുടെ വാങ്ങിയ വില. വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 100%. 100% എന്ന് പറഞ്ഞാൽ എക്സ്. എക്സ് ഇസിക്കൽ ടു എന്ത് കിട്ടും? എക്സ് ഇസിക്കൽ ടു 100 ഗുണം 340, 100 ഗുണം 340 ഡിവൈഡഡ് ബൈ 100 ഗുണം 340 ഡിവൈഡഡ് ബൈ 17. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 34 17 പെട്ടാം 2 കിട്ടും. 20 20 ഗുണം 100 2000 രൂപ. അപ്പൊ മേശയുടെ വാങ്ങിയ വില 2000 രൂപ. മനസ്സിലായോ? ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ? പറഞ്ഞോ ജിത്തു, പറഞ്ഞോ ഒന്നുകൂടെ. യെസ്, ഒന്നുകൂടി പറയാം. അതായത് ഒരു മേശ വിറ്റപ്പോൾ 12% നഷ്ടം വന്നു. അപ്പൊ 12% നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വില എത്രയാണ്? 12% നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വില എത്രയാണ്? ജിത്തു തന്നെ പറഞ്ഞു. 12% നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വില എത്രയാണ്? യെസ്, 88%. 88%. 12% നഷ്ടം വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വില 88%. അതിൽ നിന്നും 340 രൂപ കൂട്ടി വിറ്റു. 340 രൂപ കൂട്ടി വിറ്റു. ഇതിൽ നിന്നും കൂട്ടി വിറ്റപ്പോൾ 5% ലാഭം കിട്ടി. അപ്പൊ 5% ലാഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ വില എത്രയാണ്? യെസ്, 105%. അതായത് നോക്കിയേ, 88%ത്തിൽ നിന്നും 105%ത്തിലേക്ക് വന്നപ്പോൾ എത്ര രൂപ കൂടി? എത്ര രൂപയാണ് കൂടിയത്? 340 രൂപയാണ് കൂടിയത് അല്ലെ? 88%ത്തിൽ നിന്നും 105%ത്തിലേക്ക് വന്നപ്പോൾ 340 രൂപയാണ് കൂടിയത്. ഇനി ശതമാന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 88%ത്തിൽ നിന്നും 105%ത്തിലേക്ക് വരുമ്പോൾ എത്ര ശതമാനമാണ് കൂടിയത്? 105 മൈനസ് 88 ഈക്വൽ ടു എത്ര ശതമാനമാണ്? യെസ്, 105 88 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? യെസ്, പറഞ്ഞോ. യെസ്, 17. യെസ്, 17%. 105 88 പോയി കഴിഞ്ഞാൽ 17%. ഇതാണ് ശതമാനത്തിലെ വ്യത്യാസം. ശരിക്കുള്ള വ്യത്യാസം എത്രയാണ്? 340. അപ്പൊ 17% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17% എന്ന് പറഞ്ഞാൽ 340 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 100% എത്രയാണ് എന്നുള്ളതാണ് എക്സ് എന്ന് എടുത്ത്. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ എക്സ് ഇസിക്കൽ എത്ര കിട്ടും? 2000 കിട്ടും. മനസ്സിലായോ ജിത്തു? യെസ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. അതെ, മൈക്ക് ആരുടെ? മൈക്ക് വേണമാണല്ലോ. ശരി, ക്വസ്റ്റ്യൻ എഴുതിക്കോ. 20 പേനകളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ്. 20 പേനകളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ്. 20 പേനകളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ് 25 പേനകളുടെ വിറ്റ വില. 20 പേനകളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ് 25 പേനകളുടെ വിറ്റ വില. 20 പേനകളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ് 25 പേനകളുടെ വിറ്റ വില. എങ്കിൽ നഷ്ട ശതമാനം എത്ര? 20 പേനകളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ്
25 പേനകളുടെ വിറ്റ വില എങ്കിൽ നഷ്ട ശതമാനം എത്ര? യെസ്, എത്ര കിട്ടി? 20% അല്ലെ? 20%. ഉത്തരം ശരിയാണ്, 20%. 1 2 3 4 5 6 7 8 പേര്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് കിട്ടിയോ? ഡു നോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ അടിക്കോ? എന്താണ് പറഞ്ഞത്? 20 പേനകളുടെ 20 പേനകളുടെ വാങ്ങിയ വില ഈക്വൽ ടു 25 പേനകളുടെ വിറ്റ വില. 25 പേനകളുടെ വിറ്റ വില എന്താ പറഞ്ഞത്? അതായത് വാങ്ങിയ വില എന്ന് പറഞ്ഞാല് നമ്മൾ ഏത് അക്ഷരം കൊണ്ടാ സൂചിപ്പിക്കുന്നത്? സി പി ഇല്ലേ? അപ്പോൾ 20 സി പി ഈക്വൽ ടു 25 പേനകളുടെ വിറ്റ വില എന്ന് പറഞ്ഞാൽ 25 വിറ്റ വില എന്ന് പറഞ്ഞാൽ എസ് പി, 25 എസ് പി. അപ്പൊ 20 സി പി ഈക്വൽ ടു 25 എസ് പി, 20 സി പി ഈക്വൽ ടു 25 എസ് പി. ഇതിൽ നിന്നും നമുക്ക് സി പി ബൈ എസ് പി കണ്ടുപിടിക്കാം. സി പി ബൈ എസ് പി. അപ്പൊ ഇവിടെയുള്ള എസ് പി ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ ഗുണിച്ചിരിക്കുന്ന എസ് പി ആണ്, ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കാം. അപ്പൊ സി പി ബൈ എസ് പി എന്നായി. ഈക്വൽ ടു അവിടെ 25 ഉണ്ടായിരുന്നു, ആ 25 അങ്ങനെ തന്നെ എഴുതി. ഇവിടെ 20 ഗുണിച്ചിരിക്കുകയാണ്, ഇവിടെ ഗുണിച്ചിരിക്കുന്ന 20 അപ്പുറം കൊണ്ടുപോയി ഹരിക്കാം, ബൈ 20 എന്നായി. ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? ഇത് വെട്ടിക്കഴിഞ്ഞാൽ 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 5 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 5ഉം വരും, ഇവിടെ 5 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 4 വരും. 5/4 എന്ന് വന്നു. 5/4 എന്ന് വന്നു. അപ്പൊ നമ്മുടെ സി പി എത്ര കിട്ടി? നമ്മുടെ സി പി നമുക്ക് എത്ര കിട്ടി? സി പി എത്ര കിട്ടി? 5 കിട്ടി. സി പി 5 കിട്ടി. എസ് പി എത്ര കിട്ടി? എസ് പി 4 കിട്ടി. അതായത് വാങ്ങിയ വില 5, വിറ്റ വില 4. വാങ്ങിയ വില 5, വിറ്റ വില 4. എത്ര നഷ്ടം? എത്ര നഷ്ടം? വാങ്ങിയ വില 5, വിറ്റ വില 4. എത്രയാ നഷ്ടം? യെസ്, ഒന്നാണ് നഷ്ടം. വാങ്ങിയ വില 5, വിറ്റ വില 4. എത്ര നഷ്ടം? 1. ഇനി നഷ്ടശതമാനം ഇസിക്കൽ ടു നഷ്ടം ബൈ സി പി അല്ലെങ്കിൽ വാങ്ങിയ വില ഇൻറ്റു 100 അല്ലെ? നഷ്ടം ബൈ വാങ്ങിയ വില 100. നഷ്ടം എത്രയാണ്? നഷ്ടം 1 ആണ്. ഇവിടെ വാങ്ങിയ വില എത്രയാണ്? വാങ്ങിയ വില 5. 1/5 ഇൻറ്റു 100 എന്ന് കിട്ടും. ഈക്വൽ ടു എത്ര കിട്ടും? 20%. 20%. ഈക്വൽ ടു 20% കിട്ടും. മനസ്സിലായോ? ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണോ? യെസ്, ആരും പറഞ്ഞില്ല. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇതാരും പറഞ്ഞില്ല. ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇരിക്കൂ. അപ്പൊ ഈ ടൈപ്പ് ചെയ്യാൻ അറിയാലോ. ഈ ടൈപ്പ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചോദിച്ചാലും ചെയ്യാൻ അറിയാലോ. ഈ ടൈപ്പ് ഏത് രീതിയിൽ ചോദിച്ചാലും ചെയ്യാം. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും ഇതൊന്നും കൂടി പറയണോ, ഒന്നും കൂടി ചെയ്യണോ? ആർക്കെങ്കിലും ഇതൊന്നും കൂടി ചെയ്യണോ? നോ. യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. 5 മിഠായി 1 രൂപയ്ക്ക് വാങ്ങി. 5 മിഠായി 1 രൂപയ്ക്ക് വാങ്ങി. 5 മിഠായി 1 രൂപയ്ക്ക് വാങ്ങി 4 എണ്ണം 1 രൂപയ്ക്ക് വിറ്റാൽ. 5 മിഠായി 1 രൂപയ്ക്ക് വാങ്ങി. 5 മിഠായി 1 രൂപയ്ക്ക് വാങ്ങി 4 എണ്ണം 1 രൂപയ്ക്ക് വിറ്റാൽ. 4 എണ്ണം 1 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 5 മിഠായി 1 രൂപയ്ക്ക് വാങ്ങി 4 എണ്ണം 1 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 5 മിഠായി 1 രൂപയ്ക്ക് വാങ്ങി 4 എണ്ണം 1 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം. ഇത്ര കിട്ടിയല്ലോ അല്ലെ? യെസ്. 25%. 25. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 2 കോളമായിട്ട് നമ്മൾ എഴുതുന്നത്. 2 കോളമായിട്ട് നമ്മൾ ഇതിനെ എഴുതും. രണ്ട് കോളമായിട്ട് നമ്മൾ ഇതിനെ എഴുതും. അതിൽ ആദ്യത്തെ കോളത്തിൽ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 5 മിഠായി 1 രൂപയ്ക്ക് വാങ്ങി. 5 മിഠായി 1 രൂപയ്ക്ക് വാങ്ങി 4 എണ്ണം 1 രൂപയ്ക്ക് വിറ്റാൽ. 4 എണ്ണം 1 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ലാഭശതമാനം എത്ര? ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 2 കോളമായിട്ട് അങ്ങ് തിരിക്കും. ആദ്യത്തേല് നമ്മൾ എണ്ണം ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, മിഠായിയുടെ എണ്ണം പറയുന്നുണ്ട്. 5 മിഠായി എന്നും 4 മിഠായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മിഠായിയുടെ എണ്ണം പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് മിഠായിയുടെ വിലയാണ്. 1 രൂപയ്ക്ക് വാങ്ങി, അതുപോലെ വീണ്ടും 1 രൂപയ്ക്ക് വാങ്ങി എന്ന് പറയുന്നുണ്ട്. ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. മിഠായിയുടെ എണ്ണവും പറയുന്നുണ്ട്, വിലയും പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ കോളത്തിൽ എണ്ണവും രണ്ടാമത്തെ കോളത്തിൽ വിലയും എഴുതുക. ആദ്യത്തെ കോളത്തിൽ എണ്ണവും രണ്ടാമത്തെ കോളത്തിൽ വിലയും എഴുതുക. എന്നിട്ട് ഇത് എ എന്നും ഇത് ബി എന്നും ഇത് സി എന്നും ഇത് ഡി എന്നും എഴുതുക. എന്നിട്ട് എല്ലായ്പ്പോഴും പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ, ലോസ് ശതമാനം കണ്ടുപിടിക്കുക, ശതമാനത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചെയ്താൽ മതി. ഇതാ എപ്പോഴും ചെയ്യേണ്ടത് എ ഡി മൈനസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എ ഡി മൈനസ് ബി സി എടുക്കുക. ഈ എ ഡി മൈനസ് ബി സി എടുക്കുക. എല്ലായ്പ്പോഴും എ ഡി മൈനസ് ബി സി എടുക്കുക. ഡിവൈഡഡ് ബൈ താഴെ എന്ത് കൊടുക്കുക? താഴെ എല്ലായ്പ്പോഴും ബി സി കൊടുക്കുക. ഇതായിരിക്കും പ്രോഫിറ്റ് ഓർ ലോസ്.
ഇതായിരിക്കും എപ്പോഴും പ്രോഫിറ്റ് ഓർ ലോസ്. അതിനെ ശതമാനത്തിലാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എപ്പോഴും പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് AD മൈനസ് BC ഡിവൈഡഡ് ബൈ BC ആയിരിക്കും. അതിനെ ശതമാനത്തിലാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എണ്ണം വില നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇവിടെ എണ്ണം എത്രയാണ്? ആദ്യം പറഞ്ഞിരിക്കുന്ന 5 മിഠായി 1 രൂപയ്ക്ക് അല്ലെ? അപ്പൊ 5 മിഠായി എത്ര രൂപയ്ക്ക് വില? എണ്ണത്തിന്റെ സ്ഥാനത്ത് 5 മിഠായി, വിലയുടെ സ്ഥാനത്ത് 1 രൂപ. അപ്പൊ 5 മിഠായി 1 രൂപ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 4 എണ്ണം 1 രൂപയ്ക്ക് വിറ്റു. അപ്പൊ ആദ്യം പിന്നെ രണ്ടാമത് എഴുതേണ്ട 4 മിഠായി പിന്നെന്താണ് 1 രൂപയ്ക്ക് വിറ്റു. 4 എണ്ണം 1 രൂപയ്ക്ക് വിറ്റു. നമുക്ക് ചെയ്യുമ്പോ എങ്ങനെ ചെയ്യുന്ന? 5 ഗുണം 1 അല്ലെ? 5 ഗുണം 1 എത്ര കിട്ടും? ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് 5 ഗുണം 1 5 കിട്ടും അല്ലെ? തിരിച്ചു ചെയ്യുമ്പോഴോ 1 ഗുണം 4 എത്ര കിട്ടും? 4 കിട്ടും. ഇപ്പോഴും കുറയ്ക്കേണ്ട എങ്ങനെയാ? AD മൈനസ് BC ആ കുറയ്ക്കണ്ടേ അല്ലെ? അപ്പൊ 5 ഗുണം 1 5 മൈനസ് 1 ഗുണം 4 4. ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? താഴെ ഈ 4 വരും. ഇവിടെ വരുന്നതാ താഴെ വരുന്നത്. ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 100 അല്ലെ? ഇൻറ്റു 100. 5 ന്ന് 4 പോയി കഴിഞ്ഞാൽ 1 വരും. 1/4 ഇൻറ്റു 100 എന്ന് വരും. 1/4 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25%. 25%. ഉത്തരം കിട്ടി 25%. മനസ്സിലായോ? ഓക്കെ ആണോ? 1-2 ക്വസ്റ്റ്യനോടെ ചെയ്യാം. 1-2 ക്വസ്റ്റ്യനോടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എളുപ്പമാവും. ആ ഒരു സാധനം നിങ്ങൾക്ക് പിടികിട്ടും. കുറച്ച് എഴുതിക്കോ. 11 പേനകൾ 10 രൂപയ്ക്ക് വാങ്ങി. ഒരാൾ 11 പേനകൾ 10 രൂപയ്ക്ക് വാങ്ങി. 11 പേനകൾ 10 രൂപയ്ക്ക് വാങ്ങി. 10 എണ്ണം 11 രൂപയ്ക്ക് വിറ്റാൽ 10 എണ്ണം 11 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ഒരാൾ 11 പേനകൾ 10 രൂപയ്ക്ക് വാങ്ങി. 10 എണ്ണം 11 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 11 പേനകൾ 10 രൂപയ്ക്ക് വാങ്ങി 10 എണ്ണം 11 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ഒരാൾ 11 പേനകൾ 10 രൂപയ്ക്ക് വാങ്ങി 10 എണ്ണം 11 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ലാഭശതമാനം എത്ര? 11 പേനകൾ 10 രൂപയ്ക്ക് വാങ്ങി 10 എണ്ണം 11 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? യെസ്, 21%. ഉത്തരം ശരിയാണ്. അതായത് ഉത്തരം പോസിറ്റീവ് ആയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആയാൽ എപ്പോഴും ലാഭ ശതമാനമായിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ നഷ്ടമായിരിക്കും. മനസ്സിലായോ? ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ ലാഭം, പോസിറ്റീവ് കിട്ടിയാൽ ലാഭമാണ്, നെഗറ്റീവ് കിട്ടിയാൽ നഷ്ടമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എഴുതാം. ആദ്യം എന്താണ്? ആദ്യം എണ്ണം, രണ്ടാമത് രൂപ. ആദ്യം എണ്ണം, രണ്ടാമത് രൂപ. എണ്ണത്തിന്റെ അടിയിൽ എന്ത് എഴുതാം? എണ്ണത്തിന്റെ അടിയിൽ 11 പേനകൾ. രൂപയുടെ സ്ഥാനത്ത് 10 രൂപ. അപ്പൊ എണ്ണത്തിന്റെ അടിയിൽ 11, രൂപയുടെ സ്ഥാനത്ത് 10 രൂപ. അപ്പൊ 11 പേന 10 രൂപ. ഇനി രണ്ടാമത് 10 എണ്ണം 11 രൂപ. അപ്പൊ എണ്ണത്തിന്റെ അടിയിൽ 10 എണ്ണം, രൂപയുടെ സ്ഥാനത്ത് 11 രൂപ. 10 എണ്ണം 11 രൂപ. ഓക്കെ, നമ്മൾ എഴുതി. ആദ്യം 11 പേന 10 രൂപ. രണ്ടാമത് 10 പേന, എണ്ണത്തിന്റെ ഇടയിൽ 10 പേന, രൂപയുടെ സ്ഥാനത്ത് 11 രൂപ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? ആദ്യം ഇങ്ങോട്ട് ചെയ്യുക. 11 ഗുണം 11 121. 11 ഗുണം 11 121 മൈനസ് 10 ഗുണം 10 10 ഗുണം 10. രണ്ടാമത് 10 ഗുണം 10 എത്ര കിട്ടും? 100. ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? താഴെ എപ്പോഴും ഇവിടെ വരുന്നതാ വരുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ 121 വരും, ഇവിടെ 100 വരും. അപ്പോൾ ഇതായിരിക്കും താഴെ വരുന്നത്. ഡിവൈഡഡ് ബൈ 100 വരും. മനസ്സിലായോ? ഈക്വൽ ടു എന്ത് കിട്ടും? 121 100 പോയി കഴിഞ്ഞാല് 21 വരും. 21/100
ശതമാനത്തിലാകാൻ ഇൻറ്റു 100 ചെയ്യാം. വീണ്ടും ഇൻറ്റു 100. 2 വെട്ടിക്കളഞ്ഞ എത്ര കിട്ടും? 21. പോസിറ്റീവ് കിട്ടിയോണ്ട് 21%. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യുക, എല്ലാവരും ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ 18 പെൻസിലുകൾ 15 രൂപയ്ക്ക് വാങ്ങി. ഒരാൾ 18 പെൻസിലുകൾ 15 രൂപയ്ക്ക് വാങ്ങി 10 എണ്ണം 8 രൂപയ്ക്ക് വിറ്റാൽ. ഒരാൾ 18 പെൻസിലുകൾ 15 രൂപയ്ക്ക് വാങ്ങി 10 എണ്ണം 8 രൂപയ്ക്ക് വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ഒരാൾ 18 പെൻസിലുകൾ 15 രൂപയ്ക്ക് വാങ്ങി 10 എണ്ണം 8 രൂപയ്ക്ക് വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? പത്തെണ്ണം 8 രൂപയ്ക്ക് വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ഒരാൾ 18 പെൻസിലുകൾ 15 രൂപയ്ക്ക് വാങ്ങി 10 എണ്ണം 8 രൂപയ്ക്ക് വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? 4% അല്ലെ? 4% നഷ്ടം. 4% നഷ്ടം. ഉത്തരം ശരിയാണ്, 4% നഷ്ടം. എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യം നമുക്ക് ആദ്യം എണ്ണം എഴുതാം. ആദ്യം എണ്ണം, രണ്ടാമത് രൂപ. ആദ്യം എണ്ണം, രണ്ടാമത് രൂപ. എണ്ണത്തിന്റെ അടിയിൽ എന്ത് എഴുതാം? 18 പെൻസിലുകൾ. 18 പെൻസിലുകൾ എത്ര രൂപയ്ക്ക്? 15 രൂപയ്ക്ക്. 18 പെൻസിലുകൾ 15 രൂപയ്ക്ക്. രണ്ടാമത് 10 എണ്ണം 8 രൂപയ്ക്ക്. അപ്പൊ എണ്ണത്തിന്റെ അടിയിൽ 10 എഴുതാം, രൂപയുടെ അടിയിൽ 8 എഴുതാം. എന്നിട്ട് 18 ഗുണം 8 എത്ര കിട്ടും? 18 ഗുണം 8 എത്ര കിട്ടും? 18 ഗുണം 8 18 ഗുണം 8 144. 18 ഗുണം 8 144 കിട്ടും. 15 ഗുണം 10 എത്ര കിട്ടും? 15 ഗുണം 10 150. എപ്പോഴും നമ്മൾ എതിൽ നിന്നാ കുറയ്ക്കുന്നത്? ഇവിടെ വരുന്നതിൽ ഈ 18 ഗുണം 8 ഇതിൽ നിന്നാ കുറയ്ക്കുന്നത്. അപ്പൊ 144 മൈനസ് 150. 144 മൈനസ് 150 എന്ന് എഴുതുക. താഴെ എപ്പോഴും എന്താ എഴുതേണ്ടത്? താഴെ എപ്പോഴും ഇവിടെ വരുന്നതാണ് താഴെ എഴുതേണ്ടത്. 150 താഴെ എഴുതേണ്ടത്. ശതമാനത്തിലാക്കാൻ ഇൻറ്റു 100. കുറയ്ക്കുമ്പോ എത്ര കിട്ടും? 144 150 പോയി കഴിഞ്ഞാൽ എന്ത് വരും? -6 വരും അല്ലെ? -6/150 ഇൻറ്റു 100. വെട്ടാൻ നമുക്ക് 50 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2 വരും, ഇവിടെ 3 വരും. 3 6 വെട്ടിക്കഴിഞ്ഞാൽ 2 വരും. 2 കൊണ്ട് 2 4 -4%. അതായത് നഷ്ടം. -4%, അതായത് നഷ്ടം. അപ്പൊ ഉത്തരം കിട്ടി നഷ്ടം. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ദിവസം എഴുതിക്കോ. 15 കുടകൾ വിറ്റപ്പോൾ 5 കുടകളുടെ 15 കുടകൾ വിറ്റപ്പോൾ 5 കുടകളുടെ മുടക്കുമുതൽ ലാഭമായി കിട്ടിയാൽ 15 കുടകൾ വിറ്റപ്പോൾ 5 കുടകളുടെ മുടക്കുമുതൽ ലാഭമായി കിട്ടിയാൽ
ലാഭം എത്ര ശതമാനം? 15 കുടകൾ വിറ്റപ്പോൾ 5 കുടകളുടെ മുടക്കുമുതൽ ലാഭമായി കിട്ടിയാൽ ലാഭം എത്ര ശതമാനം? പതിനഞ്ച് കുടകൾ വിറ്റപ്പോൾ വിറ്റപ്പോൾ 5 കുടകളുടെ മുടക്കുമുതൽ ലാഭമായി കിട്ടിയാൽ ലാഭം എത്ര ശതമാനം? പതിനഞ്ച് കുടകൾ വിറ്റപ്പോൾ 5 കുടകളുടെ മുടക്കുമുതൽ ലാഭമായി കിട്ടിയാൽ ലാഭം എത്ര ശതമാനം? 15 കുടകൾ വിറ്റപ്പോൾ 5 കുടകളുടെ മുടക്കുമുതൽ ലാഭമായി കിട്ടിയാൽ ലാഭം എത്ര ശതമാനം? 15 കുടകൾ വിറ്റപ്പോൾ 5 കുടകളുടെ മുടക്കുമുതൽ ലാഭമായി കിട്ടിയാൽ ലാഭം എത്ര ശതമാനം? യെസ്, 33/1. യെസ്, റൈറ്റ് ആൻസർ. 33/1 ശതമാനം. ഈ ക്വസ്റ്റ്യൻ 4 രീതിയിലാണ് വരുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ 4 രീതിയിലാണ് വരുന്നത്. അപ്പൊ ആ 4 രീതി ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 15 കുടകൾ വിറ്റപ്പോൾ 5 കുടയുടെ മുടക്കുമുതൽ ലാഭമായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ വരും. 15 കുടകൾ വിറ്റാൽ 5 പേനയുടെ മുടക്കുമുതൽ നഷ്ടമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ വരും. അതുപോലെ 15 ബുക്കുകൾ വിറ്റാൽ 5 ബുക്കുകളുടെ വിറ്റ വില ലാഭമായി കിട്ടുന്ന ക്വസ്റ്റ്യൻ വരും. അതുപോലെ 15 ബുക്ക് വിറ്റാൽ 5 പേനയുടെ വിറ്റ വില നഷ്ടമായിട്ട് വരുന്ന ക്വസ്റ്റ്യനും വരും. അപ്പൊ 4 രീതിയിലായി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്നാമത്തെ ടൈപ്പ് 4 രീതിയിലാണ് ചോദിക്കുന്നത്. 1, 15 കുട വിറ്റാൽ 5 കുടയുടെ മുടക്കുമുതൽ ലാഭം. ഇതൊരു ടൈപ്പ്. 15 കുട വിറ്റാൽ 5 കുടയുടെ മുടക്കുമുതൽ ലാഭമായിട്ട് കിട്ടുന്നത് ഒരു ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് 15 കുട വിറ്റാൽ 5 കുടയുടെ മുടക്കുമുതൽ നഷ്ടമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. മൂന്നാമത്തത് 15 കുട വിറ്റാൽ 5 കുടയുടെ വിറ്റ വില ലാഭമായി കിട്ടും. നാലാമത്തത് 15 കുട വിറ്റാൽ 5 കുടയുടെ വിറ്റ വില നഷ്ടമായി കിട്ടും.
ഇങ്ങനെ 4 രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എങ്ങനെയൊക്കെയാ? 15 കുട വിറ്റാൽ 5 കുടയുടെ മുടക്കുമുതൽ ലാഭമായിട്ട് കിട്ടും. 5 കുടയുടെ മുടക്കുമുതൽ നഷ്ടമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ 15 കുട വിറ്റാൽ 5 കുടയുടെ വിറ്റ വില ലാഭമായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. ആദ്യം പറഞ്ഞത് മുടക്കുമുതലാണ്. മുടക്കുമുതൽ എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയാണ്. മുടക്കുമുതൽ എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയാണ്. മുടക്കുമുതൽ എന്ന് പറഞ്ഞാൽ ഓർക്കുക, മുടക്കുമുതൽ എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയാണ്. വാങ്ങിയ വില ലാഭമായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, വാങ്ങിയ വില നഷ്ടമായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ വിറ്റ വില ലാഭമായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, വിറ്റ വില നഷ്ടമായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 4 രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ 4 പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അതിൽ ആദ്യത്തെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ 15 കുട വിറ്റപ്പോൾ 5 കുടകളുടെ മുടക്കുമുതൽ എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില. 5 കുടയുടെ മുടക്കുമുതൽ എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില എന്നുള്ള അർത്ഥം കൊണ്ട് മുടക്കുമുതൽ അല്ലെങ്കിൽ വാങ്ങിയ വില. ഇതുപോലെ മുടക്കുമുതൽ ലാഭമായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ലാഭ ശതമാനം കണ്ടുപിടിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ലാഭം ബൈ ആകെ വിറ്റത് ഇൻറ്റു 100. ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ ആകെ വിറ്റത് ഇൻറ്റു 100. ഓക്കെ, ലാഭം ബൈ ആകെ വിറ്റത് ഇൻറ്റു 100. അതാണ് ലാഭം ബൈ ആകെ വിറ്റത് ഇൻറ്റു 100. അപ്പൊ 15 കുടകൾ വിറ്റപ്പോൾ 5 കുടകളുടെ മുടക്കുമുതൽ ലാഭമായി കിട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ബൈ ആകെ വിറ്റത് ഇൻറ്റു 100. മനസ്സിലായോ? ലാഭം ബൈ ആകെ വിറ്റത് ഇൻറ്റു 100. കാര്യം മനസ്സിലായോ? ഓക്കെ, സംശയമുണ്ടോ? ഇതില് സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയണേ. സംശയം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയണേ. നിങ്ങൾ വെറുതെ പറയല്ലേ, വെറുതെ ഓക്കെ പറഞ്ഞു വിടല്ലേ. സംശയം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയണം. ഓക്കെ, ലാഭം ബൈ ആകെ വിറ്റത് ഒന്നുകൂടെ. യെസ്, അതായത് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 കുട വിറ്റപ്പോൾ 5 കുടയുടെ മുടക്ക് മുതൽ ലാഭമായിട്ട് കിട്ടി. അപ്പൊ നമ്മള് പിന്നെ 5 മുടക്കില്ല. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത് നമുക്കറിയാം, ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. അപ്പൊ ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, 5 കുടയാണ് ലാഭം. 5 കുടകളുടെ മുടക്കുമുതലാണ് ലാഭം. 5 കുടയുടെ മുടക്കുമുതലാണ് ലാഭം. ഓക്കെ, 5 കുടയുടെ മുടക്കുമുതലാണ് ലാഭം. അപ്പൊ ഇവിടെ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 എന്ന് പറയുമ്പോഴത്തേക്ക് 15 കുട വിറ്റു. ഓക്കെ, 15 കുട വിറ്റപ്പോൾ അതിന്റെ വിറ്റ വില കിട്ടി നമുക്കല്ലേ. 15 കുട വിറ്റാൽ 15 കുടയുടെ വിറ്റ വില എന്തായാലും കിട്ടുമല്ലോ. 15 കുട വിറ്റാൽ 15 കുടയുടെ വിറ്റ വില എന്തായാലും ഉണ്ട്. പിന്നെ എക്സ്ട്രാ എത്ര കിട്ടി? 5 കുടയുടെ മുടക്കുമുതൽ കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടി. മനസ്സിലായോ? 5 കുടയുടെ മുടക്കുമുതൽ കൂടെ എക്സ്ട്രാ കിട്ടി. അപ്പൊ അവിടെ ലാഭശതമാനം. അങ്ങനെയാണ് നമ്മൾ എന്തെടുത്തത്? ആകെ വിറ്റത് എന്ന് പറയുന്ന ഒരു സാധനം എടുത്തത്. ലാഭം ബൈ ആകെ വിറ്റത് എടുത്തത് അങ്ങനെയാണ്. അപ്പൊ 15 കുട വിറ്റപ്പോൾ 15 കുടയുടെ വിറ്റ വില നമുക്ക് കിട്ടി, പ്ലസ് എക്സ്ട്രാ എന്തും കൂടെ കിട്ടി. എക്സ്ട്രാ നമുക്ക് എന്തും കൂടെ കിട്ടി? എക്സ്ട്രാ നമുക്ക് 5 പേനയുടെ മുടക്കുമുതൽ ലാഭമായിട്ടൂടെ കിട്ടി. മനസ്സിലായോ? അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ആകെ വിറ്റേന്ന് എടുക്കാൻ കാരണം ഈ 15 5 കൂടെ എടുക്കാൻ കാരണം അതുകൊണ്ടാണ്. 15 കുടയുടെ പൈസ ഓൾറെഡി കിട്ടി, പ്ലസ് 5 കുടയുടെ മുടക്കുമുതൽ കൂടെ ലാഭമായിട്ട് കിട്ടി. മനസ്സിലായോ? ഫിസിക്കൽ ടു ലാഭം എത്രയാണ്? ലാഭം 5 കുടകളുടെ വില ഡിവൈഡഡ് ബൈ ആകെ വിറ്റെന്ന് പറഞ്ഞാൽ 15 പ്ലസ് 5. 15 പ്ലസ് 5 ആകെ വിറ്റത് ഇൻറ്റു 100. അപ്പൊ 5 ബൈ 15ഉം 5ഉം 20 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 20 വെട്ടിക്കഴിഞ്ഞാല് 5 വരും. 100 ബൈ 5, സോറി ഒരു മിനിറ്റ്. ആകെ വിറ്റത് 20 അല്ല. ആകെ എത്ര വിറ്റതുള്ളൂ? 15 വിറ്റിട്ടുള്ളൂ. സോറി, ആകെ 15 വിറ്റിട്ടുള്ളൂ. 5 കുട ലാഭം എത്രണ്ണം വിറ്റു? 15 കുട വിറ്റു. 5 കുട ലാഭമായിട്ട് കിട്ടി. 15 മൊത്തത്തിൽ വിറ്റു. 15 മൊത്തത്തിൽ വിറ്റു. അപ്പൊ 5 ബൈ 15 ഇൻറ്റു 100 സിക്കൽ ടു ഇതും വെട്ടിക്കളയാം. അപ്പൊ 100 ബൈ 3 വരും. 100 ബൈ 3 എന്ന് പറഞ്ഞാല് 33 1/3%.
അതായത് ഇത് ഞാൻ വേറെ രീതിയിൽ പറയാം. വേറെ രീതിയിൽ പറഞ്ഞാല് ക്വസ്റ്റ്യൻ മാറി. വേറെ രീതിയിൽ പറഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വേറൊരു രീതിയിൽ പറയാം. അതായത് നമുക്കിവിടെ ലാഭം കിട്ടിയത് 5 കൂടെയാണ്. ഓക്കെ, ലാഭം കിട്ടിയത് 5 കൂടെയാണ്. ലാഭം കിട്ടിയത് 5 കൂടെയാണ്. ഇനി നമ്മുടെ ഞാൻ ഇത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് വില വെച്ചിട്ടല്ല പറയുന്നത്. ഇത് വില വെച്ചിട്ടല്ല പറയുന്നത്, ഇത് എണ്ണം വെച്ചിട്ടാണ് പറയുന്നത്. മനസ്സിലായോ? ഇത് കൺസെപ്റ്റ് ഇച്ചിരി വേറെയാണ്. നമ്മള് ലാഭം ബൈ വാങ്ങിയ വില 100, ലാഭം ബൈ നഷ്ടം ബൈ വാങ്ങിയ വില 100, അങ്ങനല്ല. ഇത് എണ്ണം വെച്ചിട്ട് പറയാം. എണ്ണം വെച്ചിട്ട് പറയുന്ന സമയത്ത് നമുക്കൊരു കാര്യം നോക്കാം. നമുക്ക് ലാഭം കിട്ടിയത് എത്ര കൂടെയാണ്? നമുക്ക് എണ്ണം വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ലാഭം കിട്ടിയത് എത്ര കൂടെയാണ്? യെസ്, കിട്ടും. അങ്ങനെ കിട്ടും. അങ്ങനെ ചെയ്താലും കിട്ടും. യെസ്, അങ്ങനെ ചെയ്താലും കിട്ടും. യെസ്, ലാഭം കിട്ടിയത് എത്ര കൂടെയാണ്? 5 കൂട. 5 കൂട. ഇനി നമ്മൾ പറയുന്നത് വാങ്ങിയ വില, ലാഭം ബൈ വാങ്ങിയ വിലയാണല്ലോ. ഈ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ മുടക്കുമുതൽ എന്ന് ഉദ്ദേശിക്കാമല്ലോ. ലാഭം ബൈ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ വാങ്ങിയ വിലയ്ക്ക് പകരം നമുക്ക് മുടക്കുമുതൽ എന്ന് ഉദ്ദേശിക്കാം. അപ്പൊ മുടക്കുമുതൽ, നമ്മുടെ മുടക്കുമുതൽ എത്ര കൂടെയാണ്? നമ്മുടെ മുടക്കുമുതൽ എത്ര കൂടെയാണ്? നമ്മുടെ ഈ കച്ചവടത്തിലെ മുടക്കുമുതൽ എത്ര കൂടെയാണ്? ഈ കച്ചവടത്തില് നമ്മുടെ മുടക്കുമുതൽ എത്ര കൂടെയാണ്? യെസ്, 15 കൂട. അപ്പൊ നമ്മൾ പറയുന്ന ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. അപ്പൊ ലാഭം 5 കൂട ബൈ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ ശരിക്കും മുടക്കുമുതലാണ്. മുടക്കുമുതൽ എത്ര കൂടെയാണ്? 15 കൂട. അപ്പൊ അങ്ങനെയാണ് 5/15 ഇൻറ്റു 100 വന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് ഇങ്ങനെ കൺസെപ്റ്റ് ഇങ്ങനെ ഓർത്ത് വെക്കുക. ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ലാഭം ബൈ ആകെ വിറ്റത് ഇൻറ്റു 100. ആ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം, കൺസെപ്റ്റ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനിപ്പോ ലാസ്റ്റ് പറഞ്ഞതുപോലെ കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. എന്നിട്ട് ഇക്വേഷൻ ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കുക. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അതായത് അതെന്ന് പറഞ്ഞാലേ 100%. നമ്മുടെ മുടക്കുമുതല്. 100%ആണ് നമ്മുടെ മുടക്കുമുതൽ. അപ്പൊ 100% എന്ന് പറഞ്ഞാൽ 15 കൂടെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 കൂടെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അതാ പിന്നെ ശരണ്യ പറഞ്ഞിരിക്കുന്നത് 100% എന്ന് പറഞ്ഞാൽ 15 കൂടെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 കൂട എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കുന്നത്. അത് വേറൊരു രീതി. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ മനസ്സിൽ ആ കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഇക്വേഷൻ എങ്ങനെയാണ്? ലാഭം ബൈ ആകെ വിറ്റത് ഇൻറ്റു 100. ലാഭം ബൈ ആകെ വിറ്റത് ഇൻറ്റു 100. നഷ്ടമാണെങ്കിൽ എങ്ങനെ വരും? ഇത് തന്നെ നഷ്ടമാണെങ്കിൽ എങ്ങനെ വരും? 5 കൂടകളുടെ മുടക്കുമുതൽ നഷ്ടമായി കിട്ടിയാൽ എങ്ങനെ വരും? ഇതേ ക്വസ്റ്റ്യൻ തന്നെ. 5 കൂടകളുടെ മുടക്കുമുതൽ നഷ്ടമായി കിട്ടിയ എന്ത് വരും? നഷ്ടം ബൈ ആകെ വിറ്റത് ഇൻറ്റു 100. ലാഭമാണെങ്കിൽ ലാഭം ബൈ ആകെ വിറ്റത് ഇൻറ്റു 100. നഷ്ടമാണെങ്കിൽ നഷ്ടം ബൈ ആകെ വിറ്റത് ഇൻറ്റു 100. മനസ്സിലായോ? നഷ്ടമാണെങ്കിൽ യെസ്, നഷ്ടം ബൈ ആകെ വിറ്റത് ഇൻറ്റു 100. ക്വസ്റ്റ്യൻ എഴുതിക്കോ. 18 പേനകൾ വിറ്റപ്പോൾ 3 പേനകളുടെ മുടക്കുമുതൽ 18 പേനകൾ വിറ്റപ്പോൾ 3 പേനകളുടെ മുടക്കുമുതൽ നഷ്ടമായാൽ 3 പേനകളുടെ മുടക്കുമുതൽ നഷ്ടമായാൽ നഷ്ട ശതമാനം വിറ്റപ്പോൾ 3 പേനകളുടെ മുടക്കുമുതൽ നഷ്ടമായാൽ മുടക്കുമുതൽ നഷ്ടമായാൽ നഷ്ട ശതമാനം. 18 പേനകൾ വിറ്റപ്പോൾ 3 പേനകളുടെ മുടക്കുമുതൽ നഷ്ടമായാൽ നഷ്ട ശതമാനം എത്ര? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വിറ്റപ്പോൾ എന്നുള്ള കാര്യം, അതുപോലെ മുടക്കുമുതലാണ് നഷ്ടമായത്. മുടക്കുമുതൽ, ഇതാ ശ്രദ്ധിക്കേണ്ടത്. മുടക്കുമുതൽ എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. മുടക്കുമുതൽ അല്ലെങ്കിൽ വാങ്ങിയ വില. മുടക്കുമുതൽ അല്ലെങ്കിൽ വാങ്ങിയ വില. ഇങ്ങനെ ക്വസ്റ്റ്യനിൽ നഷ്ട ശതമാനം ഈസ് ഈക്വൽ ടു എന്ത് വരും? നഷ്ട ശതമാനം ഈസ് ഈക്വൽ ടു എന്ത് വരും? നഷ്ടം ബൈ
നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. സോറി, മുടക്കുമുതൽ ഇൻറ്റു 100. നഷ്ടം ബൈ മുടക്കുമുതൽ ഇൻറ്റു 100. നഷ്ടം ബൈ മുടക്കുമുതൽ ഇൻറ്റു 100. നഷ്ടം എത്രയാണ്? നഷ്ടം ബൈ മുടക്കുമുതൽ ഇൻറ്റു 100. നഷ്ടം എത്രയാണ്? നഷ്ടം സംഭവിച്ചത് 3 പേന. നഷ്ടം സംഭവിച്ചത് 3 പേന. മുടക്കുമുതൽ എത്ര പേനയാണ്? മുടക്കുമുതൽ 18 പേന. അല്ലെങ്കിൽ ആകെ വിറ്റത്, സോറി, നഷ്ടം ബൈ ആകെ വിറ്റത്. മുടക്കുമുതൽ പോലെ ആകെ വിറ്റത്. നഷ്ടം ബൈ ആകെ വിറ്റത്. നഷ്ടം ബൈ ആകെ വിറ്റത്. അപ്പൊ നഷ്ടം 3 പേന, ആകെ വിറ്റത് എത്ര പേനയാണ്? 18 പേന. അപ്പൊ 3/18 ഇൻറ്റു 100. വെട്ടിക്കഴിഞ്ഞാല് 3 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 1 വരും, ഇവിടെ 6 വരും. 100/6 എന്ന് വരും. 100/6 എന്ന് പറഞ്ഞാൽ 16 3/2. 16 3/2 ശതമാനം. 16 3/2 ശതമാനം. മനസ്സിലായോ? ഓക്കെ ആണോ? ആർക്കെങ്കിലും ഇത് ഒന്നുകൂടി പറയണോ? യെസ്, മനസ്സിലായി. ഓക്കെ, പറയണോ? യെസ്സും നോയും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്ന് വ്യക്തമായിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. യെസ് എന്നും പറയുന്നുണ്ട്, നോ എന്നും പറയുന്നുണ്ട്. മനസ്സിലായി? യെസ്. ഓക്കെ, യെസ്, മനസ്സിലായി. അപ്പൊ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. 12 ബുക്കുകൾ വിറ്റപ്പോൾ 2 ബുക്കുകളുടെ വിറ്റ വില ലാഭമായി കിട്ടിയാൽ, 12 ബുക്കുകൾ വിറ്റപ്പോൾ 2 ബുക്കുകളുടെ വിറ്റ വില ലാഭമായി കിട്ടിയാൽ ലാഭ ശതമാനം എത്ര? വിറ്റ വില ലാഭമായി കിട്ടിയാൽ ലാഭ ശതമാനം എത്ര? 12 ബുക്കുകൾ വിറ്റപ്പോൾ 2 ബുക്കുകളുടെ വിറ്റ വില ലാഭമായി കിട്ടിയാൽ ലാഭ ശതമാനം എത്ര? പന്ത്രണ്ട് ബുക്കുകൾ വിറ്റപ്പോൾ 2 ബുക്കുകളുടെ വിറ്റ വില ലാഭമായി കിട്ടിയാൽ ലാഭ ശതമാനം എത്ര? വിറ്റ വില ലാഭമായി കിട്ടിയാൽ ലാഭ ശതമാനം എത്ര? ലാഭ ശതമാനം എത്ര? 12 ബുക്കുകൾ വിറ്റപ്പോൾ 2 ബുക്കുകളുടെ വിറ്റ വില ലാഭമായി കിട്ടിയാൽ ലാഭ ശതമാനം എത്ര? യെസ്, ഉത്തരം 20. യെസ്, 20. ഉത്തരം 20. 12 ബുക്കുകൾ വിറ്റപ്പോൾ 2 ബുക്കുകളുടെ വിറ്റ വില. അപ്പൊ ഇത്ര നേരം നമ്മൾ ചെയ്തത് മുടക്കുമുതൽ അല്ലെങ്കിൽ വാങ്ങിയ വിലയായിരുന്നു ലാഭമായി കിട്ടിയത്. ഇതുവരെ ചെയ്തതിൽ വാങ്ങിയ വില അല്ലെങ്കിൽ മുടക്കുമുതലായിരുന്നു ലാഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ വിറ്റ വിലയാണ് ലാഭമായി കിട്ടിയത്. വിറ്റ വില ലാഭമായി കിട്ടി. ഇത് മൂന്നാമത്തെ ടൈപ്പാണ്. വിറ്റ വില ലാഭമായി കിട്ടുന്നത്. ഇതുപോലെ വിറ്റ വില ലാഭമായി കിട്ടിയാൽ ലാഭ ശതമാനം എന്ന് പറയുന്നത് ഇതുപോലെ വിറ്റ വില ലാഭമായി കിട്ടിയാൽ ലാഭ ശതമാനം എന്ന് പറയുന്നത് ലാഭം ഡിവൈഡഡ് ബൈ ആകെ മൈനസ് ലാഭം ഇൻറ്റു 100. ലാഭം ഡിവൈഡഡ് ബൈ ആകെ മൈനസ് ലാഭം ഇൻറ്റു 100. മനസ്സിലായോ? ലാഭം ഡിവൈഡഡ് ബൈ ആകെ മൈനസ് ലാഭം ഇൻറ്റു 100. അതായത് ഇവിടെ എല്ലാം വിറ്റ വിലയുടെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. 12 ബുക്ക് വിറ്റു, 2 ബുക്കിന്റെ വിറ്റ വില ലാഭമായി കിട്ടി. എല്ലാം വിറ്റ വിലയാണ് എല്ലാം വരുന്നത്.
12 ബുക്കുകൾ വിറ്റപ്പോൾ 2 ബുക്കുകളുടെ വിറ്റ വില ലാഭമായി കിട്ടി. ഇതുപോലെ എല്ലാം വിറ്റ വില വന്നു കഴിഞ്ഞാൽ ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ബൈ ആകെ മൈനസ് ലാഭം ഇൻറ്റു 100. മനസ്സിലായോ? ലാഭം ബൈ ആകെ മൈനസ് ലാഭം ഇൻറ്റു 100, അതായത് ഈക്വൽ ടു ലാഭം എത്രയാണ്? ലാഭം 2 ബുക്ക് ഡിവൈഡഡ് ബൈ ആകെ മൈനസ് ലാഭം എന്ന് പറഞ്ഞാൽ 12 മൈനസ് 2 ഇൻറ്റു 100 ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 12 2 പോയാൽ 10 കിട്ടും ഇൻറ്റു 100. 10ഉം 100ഉം വെട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടും. 10 ഗുണം 2 20% ലാഭം. 20% ലാഭം. അപ്പൊ ലാഭം 20%. മനസ്സിലായോ? അതോ ഒന്നുകൂടി പറയണോ? മനസ്സിലായോ? അതോ ഒന്നുകൂടി പറയണോ? മനസ്സിലായെങ്കിൽ മനസ്സിലായി, അല്ല ഒന്നുകൂടി പറയണമെങ്കിൽ യെസ് ഒന്നുകൂടി. മനസ്സിലായി? യെസ്. ഇത് 3 ടൈപ്പായി. 4ാമത്തെ ടൈപ്പ് എഴുതിക്കോ. വിറ്റ വില നഷ്ടമായി കിട്ടുന്ന ടൈപ്പ് എഴുതിക്കോ. പക്ഷെ എഴുതിക്കോ. 66 മീറ്റർ തുണി വിറ്റപ്പോൾ 22 മീറ്റർ തുണി വിറ്റപ്പോൾ 22 മീറ്റർ തുണിയുടെ 62 മീറ്റർ തുണി വിറ്റപ്പോൾ 22 മീറ്റർ തുണിയുടെ വിറ്റ വില നഷ്ടമായാൽ 66 മീറ്റർ തുണി വിറ്റപ്പോൾ 22 മീറ്റർ തുണിയുടെ വിറ്റ വില നഷ്ടമായാൽ 66 മീറ്റർ തുണി വിറ്റപ്പോൾ 22 മീറ്റർ തുണിയുടെ വിറ്റ വില നഷ്ടമായാൽ നഷ്ടശതമാനം എത്ര? നഷ്ടശതമാനം 66 മീറ്റർ തുണി വിറ്റപ്പോൾ 22 മീറ്റർ തുണിയുടെ വിറ്റ വില നഷ്ടമായാൽ നഷ്ടശതമാനം എത്ര? അറുപത്താറ് മീറ്റർ തുണി വിറ്റപ്പോൾ 22 മീറ്റർ തുണിയുടെ വിറ്റ വില നഷ്ടമായാൽ നഷ്ടശതമാനം എത്ര? 66 മീറ്റർ തുണി വിറ്റപ്പോൾ 22 മീറ്റർ തുണിയുടെ വിറ്റ വില നഷ്ടമായാൽ നഷ്ടശതമാനം എത്ര? യെസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വിറ്റ വില ശ്രദ്ധിക്കണം, അതുപോലെ നഷ്ടം. അപ്പൊ വിറ്റ വില വരുന്നു, നഷ്ടം വരുന്നു. 66 മീറ്റർ തുണി വിറ്റപ്പോൾ വിറ്റ വില വരുന്നു, നഷ്ടം വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നഷ്ടശതമാനം എന്ന് പറയുന്നത് നഷ്ടം ഡിവൈഡഡ് ബൈ ആകെ പ്ലസ് നഷ്ടം. നഷ്ടം ഡിവൈഡഡ് ബൈ ആകെ പ്ലസ് നഷ്ടം ഇൻറ്റു 100. നഷ്ടം ഡിവൈഡഡ് ബൈ ആകെ പ്ലസ് നഷ്ടം ഇൻറ്റു 100. യെസ്. അപ്പൊ നഷ്ടം എത്രയാണ്? നഷ്ടം സംഭവിച്ചത് എത്രയാണ്? 22 മീറ്റർ ആണ് നഷ്ടം. ഡിവൈഡഡ് ബൈ ആകെ പ്ലസ് നഷ്ടമാണ്, അതായത് 66 മീറ്റർ തുണിയും പ്ലസ് ഈ 22 ഇൻറ്റു 100 സിക്കൽ ടു 22 ബൈ 66 22 കൂട്ടി കഴിഞ്ഞാൽ 88 കിട്ടും ഇൻറ്റു 100. 22 88 വെട്ടിക്കഴിഞ്ഞാൽ മുകളിൽ 1 വരും, താഴെ 4 വരും. അപ്പൊ ഈക്വൽ ടു 100/4. 100/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25%. 25% നഷ്ടം. 25% നഷ്ടം. മനസ്സിലായോ? അപ്പൊ ഈ 4 ടൈപ്പ് ക്വസ്റ്റ്യൻ
അപ്പൊ ഈ 4 ടൈപ്പ്, 4 ടൈപ്പാണ്. വിറ്റപ്പോൾ വാങ്ങിയ വില ലാഭം കിട്ടി, വാങ്ങിയ വില നഷ്ടം വന്നു, വിറ്റ വില ലാഭം കിട്ടി, വിറ്റ വില നഷ്ടം വന്നു. അപ്പൊ 4 ടൈപ്പാണ്. ഈ 4 ടൈപ്പും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. പ്രത്യേകം കളർ കൊടുത്തിട്ടോ സ്കെച്ച് പെൻസിൽ വെച്ചിട്ട് പ്രത്യേകം കളർ കൊടുത്തോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഹെഡിങ് കൊടുത്തോ ഏത് രീതി വേണമെങ്കിലും ഈ 4ഉം പ്രത്യേകം പഠിച്ചു വെക്കുക, ഓർത്തു വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാത്ത രീതിയിൽ ഓർത്തു വെക്കുക, പഠിച്ചു വെക്കുക. മനസ്സിലായോ? അപ്പൊ തൽക്കാലം അത്രയും നിൽക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു.